ഈ സ്ഥാപനത്തിൽ നിന്നും ഇന്ന് ഇവിടുന്ന് സനത് വാങ്ങി പോകുന്ന മഹാന്മാരാവുന്ന റഹ്മാനി പണ്ഡിതന്മാർ, അവർ നമുക്കറിയാം, പല മേഖലയിലായിട്ട് വലിയ വലിയ പ്രവർത്തനങ്ങൾ ദീനീ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദരിക്കപ്പെട്ട ഒരു റഹ്മാനി, ഞാൻ അദ്ദേഹത്തിൻ്റെ ദർസിലൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഏകദേശം 150ഓളം വിദ്യാർത്ഥികൾ പഠിക്കണ ഒരു വലിയ ദർസാണ്. അങ്ങനെ പല റഹ്മാനികളും പല സ്ഥലത്തും ഈ ദർസി രംഗത്ത് അവർ വലിയ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. ദീനീ ദഅവത്തിൻ്റെ മേഖലകളിൽ ബഹുമാനപ്പെട്ട നമ്മളെ ഷാജഹാൻ റഹ്മാനിയെ പോലെ അവർ ഞങ്ങളെ കുണ്ടോട്ടി മേഖലയിലൊക്കെ വലിയ ഒരു എന്തോന്ന് അതിന് പറയാം, വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ ഈ പ്രസംഗം ഈ ക്ലാസ്സൊക്കെ നടക്കുന്ന ദിവസത്തിൽ കുണ്ടോട്ടി അങ്ങാടി കൂടി ഒരാൾക്കും വഴി നടക്കാൻ പോലും കഴിയൂല. ആ നിലക്ക് അവിടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടുള്ള അങ്ങനത്തെ വലിയൊരു ദഅവത്തിൻ്റെ ഒരു ഭാഗമാണ് മൂപ്പര് ഏറ്റെടുത്തിട്ടുള്ളത്. അങ്ങനെ പല റഹ്മാനികളുണ്ട്. ഏതെങ്കിലും ഒരാളെ പറഞ്ഞപ്പോൾ മറ്റേയാളെ പറഞ്ഞില്ല എന്നുള്ള ഒരു ഇതുണ്ടാവരുത്. ഞാൻ മുമ്പ് കൂരിയാട് വെച്ച് അബ്ദുൽ ഹമീദ് ഫൈസിയെ പോലോത്തവരെന്ന് പറഞ്ഞപ്പോൾ വേറെ പലർക്കും മൂപ്പനെ മാത്രം എടുത്ത് പറയാൻ, പോലോത്തവരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആരുണ്ടോ ഓലൊക്കെ ഈ പെട്ട് എന്നതുപോലെ ആരും അതിന് പരിഹരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ആരൊക്കെ ഉണ്ടോ ഈ രംഗത്ത് ഇതുപോലെ പ്രവർത്തനം നടക്കുന്നവർ അവരൊക്കെ അതിൽ ഉൾക്കൊണ്ടവരാണ്.